വാഴൂർ സോമൻ MLA വടിയെടുത്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു. 7 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഓഫീസ് മന്ദിരമാണ് രാഷ്ട്രീയ ചേരിതിരിവിൽ തടസ്സപ്പെട്ടത്. MLA ഫണ്ടിൽ നിർമ്മിച്ച ഓഫീസ് MLA തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് MLA നിലപാട്. ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെപ്പിച്ചത് MLAയുടെ രാഷ്ട്രീയ പാപ്പരത്വമെന്നും കോൺഗ്രസ് ആരോപിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ അയ്യപ്പൻകോവിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ വർഷം നടക്കില്ല. MP ഡീൻ കുര്യാക്കോസിനെ കൊണ്ട് ഫെബ്രുവരി 22-ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനായിരുന്നു അധികൃതർ തീരുമാനിച്ചിരുന്നത്. വാഴൂർ സോമൻ MLA അധ്യക്ഷനുമായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം MLA അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രി വേണം ഉദ്ഘാടനം ചെയ്യാനെന്ന് വാഴൂർ സോമൻ MLA കടുംപിടുത്തം പിടിച്ചു. ഇതോടെ നിശ്ചയിച്ച രീതിയിൽ ഉദ്ഘാടനം നടക്കാതെ വന്നു. MLA ഉദ്ഘാടനവും ഫണ്ട് അനുവദിച്ച മുൻ MLA മുഖ്യപ്രഭാഷണവും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയുമായി ഉദ്ഘാടന നോട്ടീസ് തയ്യാറാക്കണമെന്ന് MLA നിർദ്ദേശവും നൽകി. ഇതോടെ ഉദ്ഘാടനം നടത്താത്ത അവസ്ഥയുണ്ടായി. SSLC പരീക്ഷ ആരംഭിച്ചതിനാൽ ചാർജുള്ള അധ്യാപിക ഉൾപ്പെടെ പരീക്ഷാ ഡ്യൂട്ടിയിലുമാണ്. പരീക്ഷ കഴിയുന്നതോടെ സ്കൂൾ വർഷം കഴിയുകയും ചെയ്യും. അതിനാൽ ഈ വർഷം സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കില്ല. ഉദ്ഘാടനായി ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസിനെയും അധ്യക്ഷനായി വാഴൂർ സോമൻ MLA തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇത് പുതിയ ബിൽഡിംഗ് പണിയുന്നതിന് മാത്രമേ MP ഫണ്ട് നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്നൊരു രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടി തന്നെ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വാഴൂർ സോമൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നാളിൽ ഉദ്ഘാടനം എന്ന് പറയുന്നത് നടക്കത്തില്ല. കാരണം നിലവിലുള്ള ഇതിൻ്റെ ചാർജുള്ള ടീച്ചേഴ്സൊക്കെ പരീക്ഷാ ജോലികളുമായി പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. ഇനി അവർ തിരിച്ചു വരുമ്പോഴത്തേന് ഈ അധ്യയന വർഷം കഴിയും. ഇതെന്ത് രാഷ്ട്രീയ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട MLA ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്കറിയണം. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ വളരെയധികം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു MLA എന്ന രീതിയിൽ ഇദ്ദേഹം പെരുമാറാതെ ഒരു സാധാരണ തരം താഴ്ന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രവൃത്തി കാണിക്കുന്നത് ഒരിക്കലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല. ഇതിനെ ശക്തമായ എതിർപ്പ് അയ്യപ്പൻകോവിൽ കോൺഗ്രസ് 2017-2018 വർഷത്തിൽ ആരംഭിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് ജില്ലാ ഓഫീസ് 7 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് തിരിച്ചടിയായത്. മുൻ MLA ES ബിജുമോളാണ് കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത്. രക്ഷിതാക്കളും സ്കൗട്ട് ആൻഡ് ഗൈഡ് അധികൃതരും സംയുക്തമായി 10 ലക്ഷം രൂപ കണ്ടെത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ചാർജുള്ള അധ്യാപകർ പരീക്ഷാ ഡ്യൂട്ടിയിൽ വിവിധ സ്കൂളുകളിലാണ്. പരീക്ഷ കഴിയുന്നതോടെ മധ്യവേനൽ അവധിയും ആരംഭിക്കും. MLAയുടെ കടുംപിടുത്തം കാരണം ഈ വർഷം സ്കൗട്ട് ആൻഡ് ഗൈഡ് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാത്ത അവസ്ഥയുമുണ്ടായി. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.